കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് ഒരു പ്രാദേശികവാദം എന്നുള്ളതിനേക്കാളേറെ ഒരു കാരണം, ഒരു നിയോഗം അതിലുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ സന്യാസി പരമ്പര കേരളത്തെ നോക്കിക്കാണുന്നത്? കേരളത്തിന് വേണ്ടി എന്ത് പദ്ധതിയാണ് മനസ്സിലുള്ളത്? കേരളത്തിൽ ജനിച്ച ആദിശങ്കരാചാര്യ ഭഗവത്പാദരാണ് ഒരു കാലഘട്ടത്തിൽ ഈ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തതും ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസി പരമ്പരയായിട്ടുള്ള ദശനാമി സന്യാസി പരമ്പരയ്ക്ക് രൂപം കൊടുത്തത്. അതായത് അവസാനത്തെ പേരുകൾ പുരി, ഗിരി, തീർത്ഥ, ഭാരതി അങ്ങനെ 10 പേരുകളിൽ അവസാനിക്കും എന്നുള്ളതാണ് ഈ ദശനാമി പരമ്പര. അത് ബ്രാഹ്മ സമ്പ്രദായം തൊട്ട് ശങ്കരാചാര്യ ഭഗവത്പാദരുണ്ടായിരുന്ന പാദസമ്പ്രദായം വരെയുള്ള 10 ഋഷി പരമ്പരകളെ പ്രതിനിധീകരിച്ചിട്ട് കൂടിയാണ് ഈ ദശനാമി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. കാരണം അതുവരെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന നിവൃത്തി മാർഗത്തിൽ മാത്രമാണ്, അതായത് അതാത് ആശ്രമങ്ങളിൽ വരുന്ന ശിഷ്യരെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് സന്യാസി ഋഷിമാർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കൂടി സമൂഹത്തിലേക്ക് കൂടി വ്യാപരിക്കുന്നതിനും കൂടിയാണ് ഈ ദശനാമി സന്യാസ പരമ്പരയ്ക്ക് ശങ്കരാചാര്യ രൂപം കൊടുത്തത്. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ തമാശയ്ക്ക് പറയാറുള്ളൊരു കാര്യം, കുംഭമേളകളിലൊക്കെ ഇരിക്കുമ്പോഴാണ് ശങ്കരാചാര്യർ വന്ന് ഇതെല്ലാം വ്യവസ്ഥ ചെയ്തിട്ട് പോയി, പിന്നൊരു മലയാളിയും കൂടി കടന്നിട്ടില്ല. അങ്ങനെ അതായത് ഇത്രയും കാലവും കുംഭമേളയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പങ്കാളിത്തമോ ശിബിരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 500 പേരോ 1000 പേരോ ഒക്കെ മുംബൈ മലയാളികൾ, ഡൽഹി മലയാളികൾ എല്ലാവരും ചേർന്ന് വരും. ഇങ്ങനെയൊക്കെയാണ് ഒരു 2001 തൊട്ടുള്ള ഏകദേശം എല്ലാ കുംഭമേളകളിലും ഞാനുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു കാഴ്ച. എന്നാൽ മലയാളികളായിട്ട് ഇതിന് മുമ്പ് 2 മഹാമണ്ഡലേശ്വർമാർ, ഒരു നിരഞ്ജിനി അഖാഡ എന്നായിരുന്നു ഉണ്ടായിരുന്നു. ഒരു 100 വർഷത്തോളം മുമ്പ് രാമാനന്ദപുരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഋഷിയേശിലായിരുന്നു. അതുപോലെ വളരെ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് പോയതാണ്. അദ്ദേഹം മഹാമണ്ഡലേശ്വരായിരുന്നു നിരഞ്ജിനി അഖാഡയുടെ. അതിനുശേഷം കാശികാനന്ദഗിരി, അദ്ദേഹം ബനാറസിലെ ദക്ഷിണാമൂർത്തി മഠത്തിലെ ആചാര്യൻ എന്നുള്ള നിലയിലാണ് നിരഞ്ജിനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരായത്. അദ്ദേഹവും ഈ 12-13 വയസ്സിൽ കേരളത്തിൽ നിന്ന് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്വാനായി മാനിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഒരു പൂർവ്വ സുഹൃതം കൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അദ്ദേഹം ഒരു 50 വർഷത്തോളം മുമ്പാണ് മഹാമണ്ഡലേശ്വരാവുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തോളം മുമ്പ് അദ്ദേഹം ബ്രഹ്മലീനനായി. പക്ഷെ ഇവർ രണ്ടുപേരും മലയാളികളായിരുന്നു, കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് വിട്ടാൽ അവർ ഈ വളരെ നന്ന ചെറുപ്പത്തിൽ, ഇപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇവിടുന്ന് പോയതിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വരികയോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ ഒന്നും ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം പ്രവർത്തന കേന്ദ്രമായിട്ട് ഒരു മഹാമണ്ഡലേശ്വർ, അതും അഖാഡകളിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള ജൂന അഖാഡയിൽ ഇതിനു മുമ്പ് മലയാളികളാരും അങ്ങനെ മഹാമണ്ഡലേശ്വർ പദവിയിൽ വന്നിട്ടില്ല. അഖാഡയുടെ ഭരണസമിതിയിൽ, അത് രമതാ പഞ്ച് എന്നാണ് പറയുക, അതിൽ ധാനാപതി എന്നുള്ളൊരു പൊസിഷനിൽ മലയാളി വന്നിട്ടുണ്ട്, രവീന്ദ്രാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ കൂടെ ഇത്തവണ തൃശ്ശൂർ വന്നിരുന്നു. വരുന്ന സമയത്ത് നമ്മുടെ കൂടെ തൃശ്ശൂർ വന്നിരുന്നു. അന്നത്തെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം നമ്മുടെ പത്മേട എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലൊരു ഗോശാലയുണ്ട്, അതിൻ്റെ ചുമതലയിലിരിക്കുന്ന മഹന്താണ്. അപ്പം ജൂന അഖാഡയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും മലയാളിയായിട്ടൊരു മഹാമണ്ഡലേശ്വർ വരുന്നത്. നിരഞ്ജിനി അഖാഡയിൽ മുമ്പ് 2 മലയാളികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ കേരളത്തിലേക്ക് വരികയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇത്തവണ ഇങ്ങനൊരു കാര്യം അഖാഡയുടെ ഗുരുമൂർത്തിമാരെ ആലോചിക്കുന്നതിനുള്ളൊരു കാരണം ദക്ഷിണ ഭാരതത്തിൽ പൊതുവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാലികമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും ഒക്കെയാണ്. പണ്ട് അഖാഡകളുടെ ഒരു പാരമ്പര്യം ദക്ഷിണ ഭാരതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ മുഗളന്മാരുടെ ആക്രമണവും ബ്രിട്ടീഷ് ആക്രമണവും ഒക്കെ കൂടുതലും ഉത്തരഭാരതത്തിലായിരുന്നതുകൊണ്ട് ഓരോ കുംഭമേളകൾ കഴിയുമ്പോഴും എല്ലാവരും അതാത് കേന്ദ്രങ്ങളിലേക്ക് പോയി അങ്ങനെ ദക്ഷിണത്തിൽ നിന്ന് തീരെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ധർമ്മത്തിനെതിരായിട്ടുള്ള എല്ലാ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റോ അല്ലെങ്കിൽ ഒരു പ്രഭവ കേന്ദ്രം, മൂലസ്ഥാനം എന്നൊക്കെ പറയുന്നത് കേരളവും ഒക്കെ ആയിട്ടുള്ള ഈ ദക്ഷിണ ഭാരതമായതുകൊണ്ട് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥ, അതിന് വളരെ കൃത്യമായ സന്യാസിമാരുടെ ഒരു നേതൃത്വം ഒക്കെ വേണം എന്നുള്ളൊരു ചിന്ത കൂടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാമണ്ഡലേശ്വരായി കേരളത്തിൽ നിന്ന് ശങ്കരജന്മഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വേണമെന്ന് അഖാഡയുടെ ഗുരുമൂർത്തിമാരെ ആലോചിച്ചതും ആ ഒരു നിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു.